there are actually only two parties fighting in Kerala. യഥാർത്ഥത്തിൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. One is the UDF alliance. അതിലൊന്ന് ഐക്യജനാധിപത്യ മുന്നണിയാണ്. And the other is the partnership between the BJP and the LDF. മറ്റൊന്ന് ബിജെപിയും സിപിഎമ്മും കൂടെ ചേർന്ന് നടത്തുന്ന അവരുടെ അവിഹിത കൂട്ടുകെട്ടാണ്. The UDF unites people, listens to people, embraces and empowers people. ഐക്യജനാധിപത്യ മുന്നണി പേര് പോലെ തന്നെ ഈ നാടിന്റെ ഐക്യത്തെ കാക്കുന്നു, ജനങ്ങളുടെ ആവശ്യങ്ങളെ സ്വപ്നങ്ങളെ ചേർത്ത് പിടിക്കുന്നു, ജനങ്ങൾക്കൊപ്പം നിന്ന് നയിക്കുന്നു. The LDF and their hidden partner, the BJP, divide people, crush people's dreams. അതേസമയം LDFും അവർ അന്തർധാര ഉണ്ടാക്കിയിട്ടുള്ള ബിജെപിയും ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്നു, അവരുടെ സ്വപ്നങ്ങളെ തല്ലി തകർക്കുന്നു. Modi ji promises 2 crore jobs at the national level. Your chief minister promises 40 lakh jobs in Kerala. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്ത് ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം നിങ്ങളുടെ മുഖ്യമന്ത്രി 40 ലക്ഷം തൊഴിലവസരങ്ങൾ നൽകുമെന്നും ജനങ്ങൾക്ക് വാക്ക് കൊടുക്കുന്നു. And after a decade you find that they have not given a single job to people. In fact, they have destroyed jobs. 10 കഴിയുമ്പോ ആ തൊഴിലവസരങ്ങളല്ല ജനങ്ങൾക്ക്, യുവജനങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്, മറിച്ച് അവരുടെ മുഴുവൻ സ്വപ്നങ്ങളും തകരുന്ന തരത്തിലാണ് നാടിപ്പോ വന്നു ചേർന്നിട്ടുള്ളത്. Neither the BJP nor the LDF believe they are answerable to the people of Kerala. ബിജെപിയോ സിപിഎമ്മോ LDFോ അവര് കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവാദിത്തം പറയാൻ ബാധ്യതയുള്ളവരാണെന്ന് തങ്ങളെ പറ്റി ചിന്തിക്കുന്നേയില്ല. They do not believe that the people of Kerala should be able to ask them questions. അവര് ഒരു കാര്യം വിലമതിക്കുന്നില്ല, കേരളത്തിലെ ജനതയ്ക്ക് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ടെന്ന് പോലും വിശ്വസിക്കാത്തവരായി അവർ മാറിയിരിക്കുന്നു. And the policies of the LDF simply cannot be differentiated from the policies of the BJP. ഇപ്പം നയപരമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള വ്യത്യാസത്തെ കണ്ടുപിടിക്കൽ അത് വലിയ പ്രയാസമായി മാറിയിരിക്കുന്നു. ഒരു വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പോകുന്ന അവസ്ഥയിലേക്കാണ് രണ്ട് പാർട്ടിയും പോകുന്നത്. And I am not the only person saying this. There are real left leaders who are contesting against the left party who are saying this. ഇതെന്റെ മാത്രം വാക്കുകളല്ല, അത് തന്നെയല്ലേ ഇത് എന്ന് ഉയർത്തി ചോദ്യങ്ങൾ ഉയർത്തുന്നവരുടെ കൂട്ടത്തിൽ എക്കാലത്തും ഇടതുപക്ഷത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന പ്രമുഖരായ നേതാക്കന്മാർ പോലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. Opposition leaders who fight the BJP are attacked, cases are put on them, they are interrogated. ബിജെപിയോട് സന്ധി ചെയ്യാതെ പൊരുതുന്ന പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്ന വേട്ടയാടലുകൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്കെതിരെ കള്ള കേസുകൾ എടുത്ത് അവരെ കുടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. I have almost 40 cases against me. എന്റെ മേലിൽ പോലും 40-ലധികം കേസുകൾ, കള്ളക്കേസുകൾ ഇതുപോലെ ബിജെപിയോട് പോരാടുന്നതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. I have been interrogated 5 days in a row by the Enforcement Directorate. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ 5 ദിവസം ഇടതടവില്ലാതെ എന്നെ ചോദ്യം ചെയ്യാനെന്ന പേരിൽ വിളിച്ചു വരുത്തിയതും നമുക്കറിയാം. And the BJP attacks me every second of every day. കടന്നു പോകുന്ന ദിവസങ്ങളിലെ ഓരോ നിമിഷവും ബിജെപിയുടെ സകല സംവിധാനങ്ങളും എന്നെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾക്കറിവുള്ള കാര്യമാണ്. I want to ask the people of Kerala, why does the BJP not attack the Chief Minister of Kerala? അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, സന്ധി ചെയ്യാതെ പൊരുതുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ ബിജെപിക്കാർ വേട്ടയാടാൻ ശ്രമിക്കുമ്പോ എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ മാത്രം അവർ വെറുതെ വിടുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. Why are the corruption cases against the Chief Minister not going anywhere? മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അഴിമതി കേസുകൾ അതൊന്നും എവിടെയും എത്താത്തതിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? This is the best proof of collusion between the BJP and the LDF.
BJPയും CPMഉം LDFും തമ്മിലുണ്ടാക്കിയ എല്ലാ ധാരണകളുടെയും ഏറ്റവും തെളിഞ്ഞ ഉദാഹരണം ഇവർ തമ്മിലുള്ള ഈ ബാന്ധവം തന്നെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള അവരുടെ സമീപനം തന്നെയാണ്. Both the BJP and the LDF promised jobs to the young people of Kerala. BJPയും LDFും ഇവിടുത്തെ യുവതക്ക് തൊഴിലെന്ന വാഗ്ദാനം നൽകിയവരാണ്. Today, 1 in 3 Kerala youngsters is unemployed. പക്ഷേ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ 3-1 ചെറുപ്പക്കാരനും ഇന്ന് തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. There are backdoor appointments available under the LDF. ഈ ഗവൺമെന്റിന്റെ കീഴിൽ ആകെ നടക്കുന്ന നിയമനങ്ങൾ അത് പിൻവാതിൽ നിയമനങ്ങൾ മാത്രമാണ്. If you're close to the LDF leadership, if you know the chief minister, there is a red carpet waiting for you. നിങ്ങൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ CPMന്റെ പാർട്ടി നേതാക്കന്മാരുമായി ബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ചുവപ്പ് പരവതാനി ആ പിൻവാതിലേക്ക് നീട്ടി വിരിച്ചിട്ടുണ്ടാകും. Merit does not matter if you know someone in the LDF. യോഗ്യതയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നിങ്ങൾ മന്ത്രി ബന്ധുക്കളോ പാർട്ടി ബന്ധുക്കളോ ആയാൽ മതി. You can be a PSC rank holder and you will not get an appointment letter. Because jobs are sold by the LDF. PSCയുടെ പരീക്ഷ എഴുതി ഉന്നതമായ റാങ്ക് വാങ്ങിയാൽ പോലും നിങ്ങൾക്കൊരു തൊഴിൽ ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ തൊഴിലുകൾ പാർട്ടി ബന്ധുക്കൾ കവരുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർ കണ്ടു നിൽക്കേണ്ടി വരുന്നു. And instead of making you number 1 in employment, number 1 in technology, they have made you number 1 in drug cases in India. തൊഴിൽ നേട്ടങ്ങളുടെ പട്ടികയിൽ ഈ നാട്ടിൽ സാങ്കേതിക മികവിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിലൊക്കെ കേരളത്തെ നമ്പർ 1 ആക്കുന്നതിന് പകരം ഒന്നാമതെത്തിക്കുന്നതിന് പകരം ഈ ഗവൺമെന്റ് ചെയ്തത് മയക്കുമരുന്നിന്റെ കേസുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണ് കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് നയിച്ചു കൊണ്ടുപോയത്. There are 8.25 lakh drug users in Kerala, including 75,000 children. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പറയുന്നത് 8,25,000 പേർ ഈ കേരളത്തിന്റെ മണ്ണിൽ മയക്കുമരുന്നിന് അടിമയാണ്. അതിൽ 10,75,000-ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ആശങ്കയുളവാക്കുന്നു. This is what the LDF has to show for the last 10 years. ഇതാണോ 10 വർഷത്തെ ഭരണ നേട്ടമായി ഇടതുമുന്നണി ഉയർത്തി കാണിക്കാൻ പോകുന്നത്? In fact, they have not even left Sabrimala alone. പറയാതിരിക്കാൻ കഴിയില്ല, ശബരിമലയെ പോലും വെറുതെ വിടാത്തവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. They have stolen away kilos and kilos of sacred gold, and multiple CPM leaders have been arrested. പരിപാവനമായ ശബരിമല അയ്യന്റെ സ്വർണം കിലോ കണക്കിന് കവർന്നവർ, അതിന്റെ പേരിൽ CPMന്റെ ഉന്നതരായ പല നേതാക്കന്മാരും ഇന്ന് തടവറയിൽ കഴിയേണ്ടി വരികയാണ്. How can a government that does not respect Lord Avayappa respect the people of Kerala? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അയ്യനെ ബഹുമാനിക്കാത്തവർ, ശബരിമല ശാസ്താവിനെ ബഹുമാനിക്കാത്തവർ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ ബഹുമാനിക്കാൻ പോകുന്നത്? I spoke in the beginning about the pride of Kerala, Kerala's nurses and its healthcare sector. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കേരളത്തിന്റെ ആത്മാഭിമാനമായ നഴ്സുമാരെ സംബന്ധിച്ചും ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും പറഞ്ഞു. Hospital infrastructure is crumbling. There are medicine, equipment and staffing shortages. ആശുപത്രികൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ ഗുരുതരമാണ്. മരുന്ന് കിട്ടാനില്ല, ഉപകരണങ്ങൾ തേടി അലയേണ്ടി വരുന്നു, ജീവനക്കാരുടെ ലഭ്യതയും നിങ്ങൾക്കറിയാം വലിയ പ്രതിസന്ധിയിലാകുന്നു. LDF is destroying a healthcare system that was once a global model. ഈ നാടിന്റെ ആരോഗ്യ മേഖലയെ അതിനെ ഇടതുമുന്നണി തകർക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടു നിൽക്കേണ്ടി വരുന്നത്.